സാന്ദ്ര മാഡം സ്വഭാവത്തിലാള് പുലിയാണെങ്കിലും ഒരു പുതിയ സാരിയോ ആഭരണമോ കണ്ടാൽ അപ്പ ശരാശരി ഒരു സ്ത്രീ ആയിട്ട് മാറും. പുലി പെൺപുലിയാണെങ്കിൽ ഇതൊക്കെ സാധാരണമാണ് സർ. ഏത് സ്ത്രീയും പുതിയ വസ്ത്രമോ ആഭരണമോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നിന്ന് ശ്രദ്ധിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കൂ മാഡം. വസ്ത്രവും ആഭരണവും മാത്രമല്ല, മറ്റൊരു സ്ത്രീയുടെ സമൃദ്ധമായ മുടി കണ്ട് അസൂയപ്പെടുന്നതും ഞങ്ങളുടെ ഒരു വീക്ക്നെസ്സാ. സാറിനെ പോലെയുള്ള മൊട്ടത്തലയന്മാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിശേഷമായിട്ട് വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല, സന്തോഷം ഉണ്ടായിട്ടില്ല. എനിക്ക് സന്തോഷം തോന്നി, ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് ആയിരുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സാർ, അപ്പോ എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? സോറി രാജാറാം, ഞാൻ സുന്ദരിമാർക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാറുള്ളൂ. ഓ, അല്ലാതെ തന്നെ പോലുള്ള മൊട്ടത്തലയന്മാർക്ക് കൊടുക്കാറില്ല. ഓ. പിന്നെ അത്യാവശ്യമാണെങ്കിൽ തനിക്ക് സ്വന്തമായിട്ടൊരു വിഗ് വാങ്ങാൻ കമ്പനി കാശ് തരും. എന്താ സാൻഡ്ര, നമുക്ക് ഇയാൾക്കൊരു നരച്ച വിഗ് വാങ്ങിച്ചു കൊടുത്താലോ? ഓ, ഞാൻ റെഡിയാണ് സർ. ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ഇതിന് മുമ്പുള്ള പേയ്മെന്റ്സ് അവരിതുവരെയുള്ള എല്ലാ പേയ്മെന്റ്സും സെറ്റിൽ ചെയ്തു സർ. ഓ, ഓക്കെ, ഗുഡ്. ശ്രീലക്ഷ്മി സീറ്റിലല്ലേ? ഫോൺ എടുക്കുന്നില്ല. ഇത് അപ്രൂവ് ചെയ്തോണ്ടുള്ള മെയിൽ അയക്കണം. സാർ, അത് ശ്രീലക്ഷ്മി ഇവിടെ ഇല്ല സർ. ഇല്ലേ? അതെന്തുപറ്റി? ലീവാണോ? സമയത്ത് ഓഫീസിൽ വരാത്തതും ഒരു ഗ്രേവ് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് നീ ഇനി മുതൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യണ്ട. യു ആർ ഡിസ്മിസ്ഡ്. ശരി, ഇന്ന് 4 o'clock കോൺഫറൻസ് ഉള്ള ഒരു മീറ്റിംഗ് ഉണ്ടാവും. രഘു നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കണം. യു ഗോട്ട് ഇറ്റ്? യെസ് സർ, മനസ്സിലായി. ബാക്കി 4 മണിക്ക് തീരുമാനിക്കും. ഇവളത് എവിടെ പോയി? ശ്രീലക്ഷ്മി, അല്ല പപ്പി, നിന്റെ ചേട്ടൻ ആധാരം തിരികെ വാങ്ങിച്ചോണ്ട് വന്നായിരുന്നോ? അതെങ്ങനെ പറ്റും സരോജൻ ചേച്ചി? ചേട്ടൻ ഇന്ന് രാവിലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ, വരുമ്പോ വാങ്ങിക്കൊണ്ടുവരും. അയ്യോ, അങ്ങനെ പറഞ്ഞു ഉഴപ്പല്ലേ പപ്പി. ശ്രീയുടെ അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ അത് തപ്പിയെടുത്ത് കൊടുക്കണോന്ന് പറഞ്ഞിരിക്കുക. ഇനിയും ചോദിക്കുമ്പോ ഞാൻ എന്തും മറുപടി പറയും? ഇതിപ്പോ രാവിലെ തന്നെ ജോലിയാവുന്ന ലക്ഷണമാണല്ലോ. പിന്നെ എടി ശാരദേ, നീ ശ്രീലക്ഷ്മിയെ കണ്ടായിരുന്നു? ഇല്ലാത്ത പോലെ ഇന്നലെ ത്രിസന്ധ്യ നേരത്ത് നീ എന്നോട് കയർത്ത് സംസാരിച്ചു. രാത്രി ഒന്നും കഴിക്കാതെ നേരത്തെ പോയി ഉറങ്ങാൻ കിടന്നു. ഇന്നിപ്പതേ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നു. ചോദിക്കുമ്പോ മനസമാധാനം കിടന്ന് തർക്കുത്തരം. എന്റെ മോളെ, ഇതൊക്കെ കാണുമ്പോ അമ്മയ്ക്ക് പേടിയാവുകയാ. എന്തോ ദുസൂചന വരാൻ പോകുന്ന പോലെ. ശ്രീ, സത്യം പറ, നീ വല്ല പ്രേമക്കുരുക്കിലെങ്ങാനും ചെന്ന് പെട്ടോ? എന്താ നിന്റെ പ്രശ്നം? ഈ അമ്മയോട് പറ. എന്നെ കെട്ടിയെടുത്താ മതിയായിരുന്നു.
നേരമായിട്ട് തന്നെ ഞാൻ വിളിക്കണു. നീ എവിടെ പോയി കിടക്ക? ഞാൻ മോളെ നോക്കുമായിരുന്നു. നിങ്ങൾ കാപ്പോടി കഴിഞ്ഞോ വെച്ച് കാണും. നിങ്ങൾ വൈകുന്നേരം കടയിൽ നിന്ന് വരുമ്പോഴേക്കും ഞാൻ നോക്കിയെടുത്ത് വെച്ചേക്കാം. അതിത്ര വലിയ ആന കാര്യമൊന്നുമല്ല. അതെ, ഇപ്പൊ തന്നെ നിങ്ങൾ കടയിൽ പോകാൻ താമസിച്ചു. ഇന്നിനി ഓട്ടോ പിടിച്ചു പോയാ മതി. ഞാനും വരുന്നു. വഴിയിൽ എന്നെ ഒന്ന് ഇറക്കിയ ഞാൻ മാർക്കറ്റിൽ പോയി മീനും മലക്കറിയും ഒക്കെ വാങ്ങിച്ചോളാം. നിങ്ങൾ തന്നെ വരാൻ. എടി വീട് പൂട്ടണ്ടേ? നീ എന്തിനാ എന്നെ വലിക്കണത്? വീടൊന്നും പൂട്ടണ്ട, മോൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ വരാൻ വാ. വിശ്വസിക്കുന്നില്ല. ഹലോ ഹലോ, സർ. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല ശ്രീലക്ഷ്മി. അതാണ് വാലിഡ് പോയിന്റ്. ഇപ്പോ ഓഫീസിൽ നടന്ന സംഭവത്തിൽ താൻ യാതൊരു വിധത്തിലും ഉത്തരവാദിയല്ല എന്നെനിക്കറിയാം. എടുത്തിയാട്ടക്കാരനും മുൻകോപിയുമായ രഘുവർമ്മന്റെ അറിവില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം. കൂടാതെ അവൻ ശരിക്കും ചിലരുടെ കയ്യിലെ കളിപ്പാവയായി മാറിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് നമുക്ക് തിരുത്തണം. അതിന് തന്നെ നേരിട്ട് ക്ഷണിക്കാനാണ് ഞാനിപ്പോ വന്നത്. പോയി ഡ്രസ്സൊക്കെ മാറിയോ, നമുക്ക് ഓഫീസിൽ പോകാം. സോറി സർ, ഞാൻ ഇനി ആ ഓഫീസിലേക്ക് മടങ്ങി വരുന്നില്ല. വാട്ട്? അതെ സർ. കെട്ടിട ആകെ മൊത്തം ചെതെടുത്തിരിക്കുക. സ്ഥലത്തിനെ കാശ് കിട്ടും. അത് മൊത്തം എത്ര സെന്റ് ഉണ്ടാവും? ഒരു 3.5 സെന്റോളം വരും, 3 പ്രമാണത്തിൽ. ഇതുപോലുള്ള സ്ഥലത്ത് വലിയ VIP-കളൊന്നും വരില്ല, ഇടത്തരക്കാരെ കിട്ടൂ. അപ്പൊ എത്രയാ വില ഉദ്ദേശിക്കുന്നത്? അതൊക്കെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. നമ്മുടെ ചേട്ടൻ വാ. 5 ലക്ഷം രൂപ തരുന്ന പവറിൽ അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. ആദ്യം കമ്മീഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയാലേ കച്ചവടത്തിന്റെ കാര്യത്തിലേക്ക് കൂടുതൽ നീങ്ങാൻ പറ്റും. ആ ശരി. നമ്പാടൻ ചേട്ടൻ എത്രയാ കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്? ശതമാനക്കണക്ക് പറ. ശതമാനമേ പറയൂ. കച്ചവടത്തിന്റെ 30%. അതാണ് എന്റെ കമ്മീഷൻ. ഏയ്, അത് പറ്റില്ല. കൂടുതലാ. ചേട്ടൻ ഒന്ന് വിട്ട് താഴോട്ട് പറ, കേക്കട്ടെ. നടക്കില്ല. ഇതേ സ്ട്രേറ്റ് ഇടപാടല്ലാത്തതുകൊണ്ട് 30-ൽ അല്പവും കുറയില്ല. ഒരാളുടേതാക്കാനുള്ള പണി ഭയങ്കര കുഴപ്പം പിടിച്ചതാ. എത്ര വർഷത്തെ പേപ്പറുകൾ തിരുത്തണമെന്നും അഭ്യാസം കാണിക്കണമെന്നും നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ടാ. ചേട്ടാ, അകത്ത് വെച്ചിരുന്ന പ്രമാണം കാണുന്നില്ല. എന്താ പപ്പി നീ പറയുന്നത്? ഞാൻ അവിടെ സേഫായി വെച്ചിരുന്നതാണല്ലോ. നന്നായിട്ട് നോക്കിയോ? നോക്കി, ഒരിടത്തും ഇല്ല. നമ്മുടെ ചേട്ടാ, ഒരു മിനിറ്റ്.
ഇതുപോലെ സാറേ, ഒരു 500 രൂപയും കൂടെ ഇങ്ങെടുക്ക്. വണ്ടിക്കൂലി എന്ന് പറയുന്നത് ഒരു മര്യാദ വാക്കാ. എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ മെനക്കേട് കൂലിയെങ്കിലും തരണമെന്ന് അർത്ഥം. 500 ഒന്നും പറ്റില്ല. ദാ ഇത് മതി. ഇതെന്തോന്ന് പിച്ചക്കാശാ? ബാക്കിയും കൂടെ എടുക്ക് സാറേ. അന്യന്റെ മുതൽ അടിച്ചു മാറ്റാൻ ഇറങ്ങുമ്പോ കയ്യിൽ നിന്നും കൂടെ കുറെ കാശ് ഇറക്കേണ്ടി വരും. 100 കൂടെ ഉണ്ട്. ഇത് തന്നെ കൂടുതലാ. ചേട്ടൻ പോവാൻ നോക്ക്. നാണം കേട്ടോ ഏർപ്പാട്. പറഞ്ഞോടുള്ളൂ സർ, ഒരു കാരണവശാലും ഈ വിഷയത്തിൽ ഇനി കോംപ്രമൈസ് ചെയ്യരുത്. അവള് നമ്മുടെ കമ്പനിക്കൊരു വേസ്റ്റ് ആണ്. ഇനിയും രവിവർമ്മൻ സാറിന്റെ സോഫ്റ്റ്നെസ്സിനെ മുതലെടുക്കാൻ അവളെ ഇവിടെ വിളിച്ചു കയറ്റരുതെന്ന് അർത്ഥം. യെസ്, ഐ നോ വാട്ട് ടു ഡു. അല്ല, ചേട്ടാ ഇപ്പൊ എവിടെ ഉള്ളത്? ക്യാബിനിലുണ്ട് സാർ. സാർ അങ്ങോട്ട് പോയാ മതി. ഏതായാലും ഞാൻ വരില്ല അങ്ങോട്ട്. ഐ ഹേറ്റ് ഹർ ലൈക്ക് ഹെൽ. എത്ര ജീവനക്കാരുള്ളതാ? എത്രയോ പേരെ ഞാൻ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിലൊരാളെയും തിരിച്ചെടുക്കണമെന്ന് ചേട്ടാ ഇതുവരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്താ കാരണം? ബിക്കോസ് മൈ ഡിസിഷൻ വാസ് ഓൾവേസ് റൈറ്റ്. ഇനി പറ, ഇവളുടെ കാര്യത്തിൽ മാത്രം ചേട്ടായിക്ക് എന്താ ഇത്ര താല്പര്യം? ഐ നീഡ് ആൻ എക്സ്പ്ലനേഷൻ. കമോൺ രഘു, ബി കൂൾ. ഞാനൊരു ഗ്രീൻ ടീ എടുക്കട്ടെ? എനിക്ക് വേണ്ട ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും ഒന്നും. ചേട്ടായി നേരെ കാര്യത്തിലേക്ക് വന്നാ മതി. അതൊക്കെ വരാം. നീ എന്റെ അടുത്ത് വന്നിട്ട് ഇതുവരെ ഗ്രീൻ ടീ കുടിക്കാതെ പോയ ചരിത്രമില്ല. ആദ്യം ടീ, പിന്നെ സംസാരം. അത് മതി. ഒരിക്കലും ഞാൻ അവളെ... രഘു, മതി നീ തളച്ചു കയറുന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. നിന്നെ ഇപ്പൊ വിളിപ്പിച്ചത് ഈ ഗ്രീൻ ടീ തരാനും വേറൊരു ആവശ്യത്തിനോ. എന്നാ ആദ്യം ഇത് പിടി. കമോൺ. ചിന്തിച്ച ദിവസം. ഇപ്പോഴീ പ്രോജക്റ്റിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് തന്നെ സംഭവിച്ചാണ്. ഈ പ്രോജക്റ്റ് എന്നെ ചേട്ടനെ ഏൽപ്പിക്കാൻ കാരണക്കാരി ഈ ഓഫീസിലെ നീ ഡിസ്മിസ് ചെയ്ത പെൺകുട്ടിയാണെന്ന് ഞാൻ പറയും. ശ്രീലക്ഷ്മി. നോക്കരുത്. ശ്രീകാന്ത് തന്റെ ഇൻവെൻഷനായ റോബോട്ടുമായി ഈ കമ്പനിയെ സമീപിച്ചപ്പോൾ ശ്രീലക്ഷ്മി അതിനെ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. നിനക്ക് തീരുമാനിക്കാം ഇപ്പോ, ഈ നിമിഷം. അതോടെ രഘുവർമ്മൻ സാറ് ഫ്ലാറ്റ്. മൊത്തത്തിൽ പറഞ്ഞ നാളെ ശ്രീലക്ഷ്മി മാഡം സ്വന്തം സീറ്റിൽ വന്നിരുന്ന് പൂർവാധികം ഭംഗിയോടെ ജോലി തുടരുമെന്ന് അർത്ഥം. I can't tolerate this. I won't. പറ്റില്ല. ഇനി എനിക്കിവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. വേണ്ട എനിക്ക് പദവി. I don't want it. I don't want. Strictly personal. എന്ത് സ്ട്രിക്ട്ലി പേഴ്സണൽ? എന്റെ മാഡം,
വെറുമൊരു ദുർബലമായ റീസൺ മാത്രമാണിത്. ഈ ഓഫീസിലെ തൂണിനും തുരുമ്പിനും വരെ മനസ്സിലാവും. സ്വന്തം ബോസ് കമ്പനിയിലുള്ള മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പം കാണിക്കുന്നതിൽ അസൂയ കൊണ്ട് മാത്രമാണ് സാന്ദ്ര മാഡം ജോലി രാജിവെക്കുന്നതെന്ന്. അതെത്ര ചീപ്പാണെന്ന് മാഡം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡോണ്ട് യു ഫീൽ അഷെയിം? പക്ഷെ രാജാറാം സർ, ഡിസിഷൻസ് ആർ നോട്ട് അറ്റ് ആൾ ഗുഡ്. എടുത്തുചാട്ടം ആർക്കും ജീവിതത്തിൽ ഒരു നല്ലത് നൽകിയിട്ടില്ല. സാന്ദ്ര മാഡം, ഈ രാജി തീരുമാനം മാറ്റണം. മാറ്റിയേ പറ്റൂ. പ്ലീസ്. എന്താ ചേച്ചി പാത്രമൊക്കെ ആയിട്ട്? പപ്പി, ഇത് കുറച്ച് മീൻകറിയാ, അകത്തേക്ക് വെച്ചേക്ക്. കൃഷ്ണയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പുറത്ത് ശാരദയ്ക്കും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓ എന്റെ ചേച്ചി, നിങ്ങളെ സമ്മതിക്കണം. ഒരു സമയത്ത് നോക്കുമ്പോ എല്ലാവരോടും ഒരേ വഴക്കാളി. അല്പം കഴിയുമ്പോ മീൻ കറിയെന്നും അച്ചപ്പൊന്നും കുഴലപ്പൊന്നും പറഞ്ഞു ഒരേ വിതരണവും. വല്ലാത്തൊരു സ്വഭാവം തന്നെ. ഓ, അതിപ്പോ എല്ലാരും ഒരുപോലെ ഇരിക്കുവോ പപ്പി? ഞാൻ കുറച്ച് കുഴപ്പാ വഴക്കിടുന്ന കാര്യത്തില്. പക്ഷേ മറ്റു ചിലരെ പോലെ വിഷമല്ല, അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. മാഡം അതുകൊണ്ട് കാണിക്കാൻ പോകുന്ന ജാട ഓർക്കുമ്പോ ഇപ്പോഴേ ഒരു മനമടുപ്പാ. ഓ, നമുക്ക് മനമെടുത്തിട്ട് കാര്യമൊന്നുമില്ലെന്നേ. രവി സാറിന് സാന്ദ്ര മേഡത്തിനോട് ഇഷ്ടക്കൂടുതലുണ്ട്. അതാണ് ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം. അതിലിപ്പോ നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? ആ, അത് വിട് ശ്രീലക്ഷ്മി. നീ എത്ര ദിവസം ജോലി നഷ്ടപ്പെട്ട കാര്യം വീട്ടുകാരോട് മറച്ചു വയ്ക്കും? അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് രവിവർമ്മൻ സാറിനെ വന്ന് കണ്ടൊന്ന് സംസാരിക്കണം. നിന്റെ കാര്യമായോണ്ട് നിനക്ക് അനുകൂലമായ നിലപാടെ രവിവർമ്മൻ സാർ എടുക്കൂ. നീ വരണം. അതുകൂടി പറയാനാ ഞങ്ങള് വന്നത്. ഇവിടെ പിടിച്ചു നിർത്തി ചോദിക്കണം. ചേട്ടൻ തന്നെ ചോദിക്കേ. ഞാൻ ചോദിച്ചാൽ ശരിയാവത്തില്ല. സത്യം പുറത്തു വരണമെങ്കിൽ ചേട്ടൻ ചോദിച്ചാലേ പറ്റൂ. അവളുടെ അച്ഛൻ സ്ഥലത്തില്ലാത്തതിന്റെ നെകളിപ്പ് അവക്ക്. കൃഷ്ണ ഒന്ന് നിന്നേ, ചോദിക്കട്ടെ. നിനക്കെന്താ ഞങ്ങളെയൊക്കെ പറ്റിക്കണമെന്നാണോ ഉദ്ദേശം? പറ്റിക്കാനോ? അയ്യോ, ഒന്നും അറിയാത്ത പോലെ അവളുടെ നിപ്പ് കണ്ടില്ലേ? ശ്രീലക്ഷ്മിയുടെ കൈ കൊടുത്തത്. അമ്മേ, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമാണ് അങ്കിള് പറയുന്നത്. ഞാൻ ഇതൊന്നും അറിഞ്ഞ കാര്യങ്ങളല്ല. പിന്നെ ഞാൻ മാത്രമല്ലല്ലോ അത്താഴത്തിന് അവിടെ ഉണ്ടായിരുന്നത്. ദേ, അവനും ഉണ്ടായിരുന്നല്ലോ. അവന് ചോദ്യം ചെയ്തോ നിങ്ങള്? ഞാനൊരു പാവമാണ് കേട്ടോ. ഞാൻ അവിടെ ഒന്നും മോഷിച്ചിട്ടൊന്നുമില്ല. ദേ കൃഷ്ണേ, അവൻ നേരെ ചൊവ്വെ സ്വന്തം കാര്യം തന്നെ ചെയ്യാനുള്ള കഴിവില്ലാത്തവനാ. ഒരിക്കലും കള്ളത്തരം കാണിക്കാനുള്ള ബുദ്ധി ഇല്ല അവന്. എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. ഞാനാ ഈ കാർ റേസിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാൻ പോകുന്നത്. ഒറ്റയ്ക്കായിരുന്നു. എന്നാ പിന്നെ സരോജം നിന്റെ കയ്യിൽ ഒരു പ്രമാണവും തന്നിട്ടില്ല. നീ അങ്ങനെ സ്റ്റാൻഡ് എടുത്താ മതി. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അത്ര തന്നെ. വീട് മുടിഞ്ഞു പോവെന്ന് എനിക്ക് എഴുന്നേക്കാൻ
പറഞ്ഞിട്ട് അവൾക്ക് വല്ല കുലുക്കമുണ്ടോ നോക്കിയേ. എടി ശ്രീലക്ഷ്മി, ഭദ്രകാളി, എണീക്കടി. എന്താ ഇവിടെ? ചോദിക്കേ, നിങ്ങളെ കാര്യം എന്താന്ന്? മോളെ, എന്താ മോളെ, സുഖമില്ലേ? മോളെന്തായിരുന്നു ഓഫീസിൽ പോയിരുന്നത്? കുറച്ചു ദിവസം ഓഫീസിൽ ഇനി പോകുന്നില്ല അച്ഛാ. ഞാൻ പഠിച്ചോണ്ടിരുന്നല്ലേ, അതിന്റെ ഫൈനൽ എക്സാം ആവാറായി. ഇനി കുറച്ച് പഠിക്കാനുണ്ട്. ഓഫീസിൽ പോയാൽ പറ്റില്ല. സാറിനെ പോയി യാത്രയാക്കിട്ട് വാ. ചെല്ലടി അങ്ങോട്ട്, ഇങ്ങോട്ട് ചെല്ല്. Sky is the limit and there's a long way to go. And അതിനിടയിൽ കൊച്ചു ചില തടസ്സങ്ങൾ തന്നെ തളർത്താൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ രവിചന്ദ്ര വർമ്മന് ഒരുപാട് ശ്രീലക്ഷ്മിമാരെ കിട്ടും. പക്ഷേ ഈ ശ്രീലക്ഷ്മിക്ക് വർമ്മൻ ഗ്രൂപ്പിൽ കിട്ടിയ സ്വീകരണവും സാധ്യതയും സ്വാതന്ത്ര്യവും ഒരുപാട് സ്ഥലങ്ങളിൽ കിട്ടണമെന്നില്ല. താൻ അടഞ്ഞു എന്ന് വിശ്വസിക്കുന്ന വാതിൽ ഞാൻ വീണ്ടും തുറന്നു തന്നിരിക്കുകയാണ്. Now the choice is yours. സ്വീകരിച്ച് അകത്ത് കയറാം, അല്ലെങ്കിൽ തിരസ്കരിച്ച് പുറത്തു പോവാം. ഇനി ഞാൻ ഇടപെടില്ല. അപ്പോ ഗുഡ് നൈറ്റ്. കണ്ണു മടച്ച് അത് അലമാരയിൽ പൂട്ടിവെക്കാൻ സ്ത്രീകളുടെ മനസ്സ് അനുവദിക്കാറില്ല. സ്വകാര്യമായി അതെടുത്തണിഞ്ഞ് സ്വയം ഒന്ന് ആസ്വദിച്ച് അതിന്റെ സുഖമൊന്നറിഞ്ഞാലേ അവർക്ക് ഉറക്കം വരൂ. Now tell me, am I right or not? Again you're right. ഡിഗ്രിക്ക് സ്ത്രീകളുടെ സൈക്കോളജി ആയിരുന്നു സാറിന്റെ സ്പെഷ്യലൈസേഷൻ എന്ന് തോന്നുന്നു. നോ, ഇതൊന്നും മനസ്സിലാക്കാൻ ബിരുദമൊന്നും വേണ്ട മാഡം. ഇതെല്ലാം സിമ്പിൾ ലോജിക്ക് മാത്രമല്ലേ. ഏതായാലും ഇനി ഞാൻ സംസാരിച്ച് ശല്യം ചെയ്യുന്നില്ല. ബെറ്റർ യു സ്ലീപ് നൗ. നാളെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് ഓഫീസ് വരാനുള്ളതല്ലേ. ഓഫീസിൽ വരുന്ന സാർ തന്നെ അങ്ങ് തീരുമാനിച്ചു. നോ, തീരുമാനിച്ചത് ഞാനല്ല, സാന്ദ്ര മാഡം സ്വയം തന്നെയാ. അതല്ലെങ്കിൽ മാഡത്തിന് രവിവർമ്മ സാറിന്റെ ഗിഫ്റ്റുമായി കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത്രയ്ക്ക് സൗന്ദര്യം തോന്നില്ലായിരുന്നു. മാഡം ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാനില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. ഞാൻ ഫോൺ വെക്കുന്നു. ഓ
രാവിലെ തന്നെ തുടങ്ങിയ അമ്മയും മോളും. ഇന്നിപ്പോ ഇവിടെ എന്താ പ്രശ്നം? ദേ നിങ്ങൾ തന്നെ പോയി ചോദിക്കും മനുഷ്യ. അവൾക്കിന്ന് ഓഫീസിൽ പോവാൻ വയ്യാന്ന്. മൊട്ടേന്ന് വിരിയും മുമ്പേ ഒരേ അഹങ്കാരാന്നേ. ഞാൻ തീരുമാനിച്ചില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെയാ സംസാരം. ദേ വലുതായെന്നൊന്നും നോക്കാതെ ചവിട്ടിക്കേറി അടുപ്പി വെക്കാനാ തോന്നുന്നേ. ആ മതി ചലച്ചത്. കൊറേ നേരമായില്ല വളവളാന്ന്. മോളെ നീ എഴുന്നേൽക്ക്. രവിവർമ്മൻ സാറ് പറഞ്ഞത് നീ കേട്ടല്ലോ. നീ കാരണം കമ്പനിക്ക് എന്തോ വലിയ നേട്ടം ഉണ്ടായിരുന്നു. ഇടാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. ഇതിലൽപ്പം തൊങ്ങല് വെച്ചത് കൂടിപ്പോയി എന്ന് വെച്ച് ഇതിട്ടോണ്ട് ഓഫീസിൽ പോയാ ആരും തലവെട്ടി കളയൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരാൾ ഒരു സമ്മാനം വാങ്ങിച്ചു തരുമ്പോ അത് അയാളെ ഒന്ന് ഇട്ട് കാണിക്കുന്ന മര്യാദയാ. ഇതിട്ടോണ്ട് പോകുമ്പോ രവിവർമ്മ സാറിന് സന്തോഷാവും. നീ ഇതിട്ടോണ്ട് പോയാ മതി. നിങ്ങൾ വന്നേ, അവള് റെഡി ആവട്ടെ. വാ. അപ്പൊ ഭാവിയിൽ വലിയൊരു സന്യാസിയാവാനാണോ ഉദ്ദേശം? രാജാറാമാനന്ദ സ്വാമികൾ. അയ്യോ, നമ്മളങ്ങ് വെറുതെ വിട്ടേരെ. പിന്നെ ഈ ഡ്രസ്സ് വാങ്ങിത്തന്ന ഒരാള് ഇപ്പൊ ഓഫീസിൽ വരും. മിസ്റ്റർ രവിചന്ദ്ര വർമ്മൻ. മാഡം ഈ ഡ്രസ്സ് ധരിച്ചാൽ കൊള്ളാമോ എന്ന് പറയേണ്ടതും ഇഷ്ടപ്പെടേണ്ടതും ഒക്കെ അദ്ദേഹമാണ്. ഈ പാവം ഞാനല്ല. സാറ് കയറി വരുമ്പോ തന്നെ മാഡത്തെ കാണണം. ഈ പരിസരത്തൊക്കെ തന്നെ നിന്നാ മതി. എനിക്ക് ഷുവറാ മാഡത്തെ കണ്ട ഉടനെ മയങ്ങിപ്പോവും സാറ്. അല്ലെങ്കിൽ വേണമെങ്കിൽ പരീക്ഷിച്ചോ. ബെറ്റ് വെക്കാൻ ഞാൻ തയ്യാറാ. ദീപു, ദേ അതിനകത്ത് നിന്ന് ആ പ്രമാണം കാണാതെ പോയതിന് അങ്കിളും അമ്മയും എന്നെയാ സംശയിക്കുന്നേ. ഇന്നലെ നീ ഓരോന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും എനിക്ക് സംശയം നിന്നെയാ. ദേ ദീപു, അത് നീ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക്. അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്തില്ല. ശരി, എന്ന് നീ സത്യം ചെയ്തേ. ഇടത് കൈയുണ്ടല്ല, വലത് കൈയുണ്ട്. അത് ഞാൻ നാളെ സത്യം ചെയ്യാവേ, ഇന്ന് പറ്റൂല. എന്താ നിന്റെ കയ്യില്? നോക്കട്ടെ. ഒന്നുമില്ല. ഒരു സംഭവം ഉണ്ടായി. രവിവർമ്മൻ സാറ് വീട്ടിൽ വന്നിരുന്നു. ഓഫീസിലെ ഡിസ്മിസൽ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തു. ഇന്ന് തൊട്ട് വീണ്ടും ഓഫീസിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഓ അത് ശരി. അപ്പൊ 2 ദിവസം കാണാതിരുന്നപ്പോ രവിവർമ്മൻ സാറിന് ഉറങ്ങാൻ പറ്റി കാണില്ലല്ലേ? ഒന്ന് പോടി. രവിവർമ്മൻ സാർ മാത്രമല്ല, നീയും ഉറങ്ങിക്കാണുന്ന ലക്ഷണം ഇല്ലല്ലോ. ഒന്ന് പോടി. ശരി ശരി, ഞാൻ പോട്ടെ. ഞാനിന്ന് ലേറ്റ് ആയിട്ട് ചെന്നാലേ അത് ശരിയാവില്ല. എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കാനിരിക്കാ ചിലര്. പോട്ടെ. ആ നിക്ക് നിക്ക്, ഞാനും ഉണ്ട്. പിന്നെ നിന്റെ പേരൂടെ വലിച്ചഴിച്ചപ്പോ ആകെ ഒരു പന്തികേടുണ്ട്. നിന്റെ അച്ഛൻ ഓക്കെയാണ്, പക്ഷേ അമ്മയ്ക്ക് അവരുടെ കൃത്രിമങ്ങളൊന്നും മനസ്സിലാവില്ല. ഏതായാലും നീ അമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് നന്നായിരിക്കും. ചോദിക്കാം. നീ പെട്ടെന്ന് നടക്ക്, ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഓ, അവളുടെ ഒരു വെപ്രാളം. പുതിയ ഡ്രസ് രവിവർമ്മൻ സാറിനെ കാണിക്കാനുള്ള തിരക്കായിരിക്കും. നീ ഒന്ന് പോടി അവിടുന്ന്. ശരി, ആയിക്കോട്ടെ.
എന്റെ ഡ്രസ്സിനെ പറ്റി രവിവർമ്മൻ സാറാണ് അഭിപ്രായം പറയേണ്ടതെന്ന് രാജാറാം സാർ പറഞ്ഞതല്ലേ? പിന്നെന്താ ഇപ്പൊ ഒരു പരിഹാസം പോലെ? ഏയ് നോ, ഒരിക്കലും ഞാൻ മാഡത്തെ പരിഹസിക്കുകയല്ല. പ്രത്യേകിച്ചും നേരത്തെ സംസാരിച്ച കാര്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നമുക്കൊരാൾ ഇഷ്ടത്തോടെ ഒരു ഡ്രസ്സ് വാങ്ങി തരുമ്പോ അത് നമുക്ക് പാകമാണോ എന്നും അതിന്റെ കളർ നമുക്ക് ഇണങ്ങുന്നോ എന്നും ആദ്യം ചോദിക്കേണ്ടത് അത് വാങ്ങിത്തന്ന ആളിനോട് തന്നെയാണ്. അതിൽ യാതൊരു തെറ്റുമില്ല. ഇക്കാര്യത്തിൽ ഞാനും മറ്റുള്ളവരും ഒക്കെ വെറും തേർഡ് പാർട്ടീസ് മാത്രം. സോ യു ക്യാരി ഓൺ. എനിക്ക് ഒരല്പം ജോലിയുണ്ട്, നമുക്ക് കാണാം. That's right. We transferred the amount yesterday itself. ഇല്ലേ? Hey, no. അതൊരിക്കലും ശരിയല്ലല്ലോ. Okay, fine. I'll check it and call you back now. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. Hello, Mr. Vishnu. Where are you? അന്വേഷിച്ചാ മതിയായിരുന്നു. ആ ത്രിവിക്രമൻ ശ്രീയുടെ അച്ഛൻ പറയുന്ന പോലെ അത്ര നല്ലവനൊന്നുമല്ല. പിന്നെ അയാളുടെ കയ്യിലെ പണവും ആ തങ്കപ്പെട്ട പയ്യനെയും മോളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോഴാ വിട്ടറിയാൻ തോന്നാത്തത്. അയ്യോ എന്റെ ദൈവമേ, ഈ പെണ്ണ് ഇന്നും ചോറെടുത്തോട്ട് പോയില്ല. ഇതൊരു സ്ഥിര ഏർപ്പാടാണല്ലോ. 2 ദിവസം അവിടെ പട്ടിണി ഇരിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അവിടെ അച്ഛനിപ്പോ പോയതല്ലേ ഉള്ളൂ. ഓടിപ്പോയി അങ്ങനെ കൈ കൊടുത്തുവിടാം. പാവം വിശന്നിരുന്ന് ജോലി ചെയ്ത് എന്റെ മോള് തളർന്നു പോവും. എനിക്ക് സന്തോഷമുള്ളൂ പോയിട്ട് വരാൻ. ഒന്നും അല്ലെങ്കിലും എനിക്ക് ശ്രീലക്ഷ്മിയും കാണാം, ശ്രീലക്ഷ്മിയുടെ ഓഫീസും കാണാലോ. മുമ്പ് ഞാൻ പോയിട്ടുള്ള വലിയ ഓഫീസാ. ആന്റി ചോറിങ്ങിതാ. വേണമെങ്കിൽ ആന്റി കൂടെ വന്നോ, നമുക്കൊരു റൗണ്ട് അടിച്ചിട്ടേ അടിച്ചു പൊളിച്ചിട്ട് വരാം. ഇല്ല, മോൻ പോയിട്ട് വന്നാ മതി. ശരി ആന്റി, ബൈ ബൈ. മൈ ഗോഡ്, വണ്ടർലാൻഡിലെ ആലീസിനെ പോലുണ്ട്. യു ആർ ഡിഫറെന്റ്. ഗുഡ്. എന്താ ശ്രീലക്ഷ്മി, ഇന്നലെ കണ്ട തന്റെ മൂഡ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. വർമ്മൻ ഗ്രൂപ്പിൽ തനിക്ക് ജോലി തരുമ്പോ താനീ പറഞ്ഞ സാൻഡ്ര മാഡത്തിനോടോ രാജാറാമിനോടോ അനുവാദം ചോദിച്ചിട്ടല്ല അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ ഒപ്പിട്ടത്. വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തുന്നത് ഈ രവിചന്ദ്ര വർമ്മയാണ്, കൂടെ രഘുചന്ദ്ര വർമ്മ. ഇവിടെ ആരൊക്കെ ജോലി ചെയ്യണം, ആരൊക്കെ ജോലി ചെയ്യണ്ട, ആരെ പിരിച്ചുവിടണം, ആരെ പിരിച്ചുവിടണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. സപ്പോർട്ട് ചെയ്യാൻ എന്റെ അനിയനും. വി മേക്ക് ഡിസിഷൻ. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ഓക്കെ, നൗ യു ഗോ ബാക്ക് ടു യുവർ വർക്ക് ആൻഡ് വെൽക്കം ബാക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, ശരി. മാഡം. യെസ് സർ. രവിവർമ്മൻ സാർ എത്തിയല്ലോ. മാഡം മീറ്റ് ചെയ്തില്ല ഇതുവരെ? ഇടയ്ക്കൊരു എമർജൻസി കോൾ വന്നു. സദേൺ ട്രേഡിംഗ് കമ്പനിയുടെ ക്യാഷ് ട്രാൻസാക്ഷനിലെ ചെറിയൊരു ഇഷ്യൂ. രവിവർമ്മൻ സാർ എവിടെയുണ്ട്? ക്യാബിനിൽ. വരൂ, കണ്ടുകളയാം. പെണ്ണൊന്ന് നന്നായിട്ട് വിചാരിച്ചാൽ
ഏതൊരാണിനെ കൊണ്ടും ഏതൊരു ഗിഫ്റ്റും ഏത് പാതാളത്തിൽ കൊണ്ടുവന്ന് കാൽക്കൽ വെപ്പിക്കാൻ പറ്റും. ശരിയായിരിക്കും, അങ്ങനെ ചില പെൺകോന്തന്മാർ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇത് രവിചന്ദ്രവർമ്മനാണ് വേണം, അത് മറക്കരുത്. മറക്കുന്നില്ല സർ. പക്ഷേ ആണിന്റെ ചങ്കിൽ പെണ്ണിന്റെ പ്രണയം പതിഞ്ഞു പോയാൽ അതിന് ബ്രഹ്മാവെന്നും രവിവർമ്മനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. കുഴപ്പത്തിലേ അവസാനിക്കൂ. സാറിന് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ടാ. എന്തായാലും ഇവിടെ നടന്ന കളിയുടെ ഗുട്ടൻസ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. മനസ്സിലാക്കും ഞാൻ. എന്നിട്ട് വേണം ചിലത് തീരുമാനിക്കാൻ. അതെ. ആരാ നിനക്ക് ഇത്രയും നല്ലൊരു എക്സ്പെൻസീവായ ഗിഫ്റ്റ് മേടിച്ചു തന്നത്? എനിക്കും കൂടെ പരിചയമുള്ള ആരെങ്കിലും ആണോ? അതെ, രവിവർമ്മൻ സാറാ. ഓഹോ, അപ്പൊ അതാണ് കഥ. ഞാൻ ഊഹിച്ചത് തന്നെ. അല്ല, ചുരിദാർ മാത്രമേ ഉള്ളോ അതോ ഇനി വല്ല ഡയമണ്ട് നെക്ലസും കൂടെ? നോ മാഡം, ഇത് ഞാൻ ആവശ്യപ്പെട്ടതല്ല. സാറ് വീട്ടിൽ കൊണ്ടുവന്ന് തന്നതാ. അമ്മ നിർബന്ധിച്ചപ്പോ. നാളെ സാർ ഒരു താലിമാലയുമായിട്ട് വരും. അമ്മ നിർബന്ധിച്ചാ നീ അത് കെട്ടാൻ സാറിന് കഴുത്ത് നീട്ടി കൊടുക്കും ഓഫീസില്. നജീബ്, ഇയാളെ പിടിച്ച് പുറത്താക്ക്. വിടാ എന്നെ. ഞാൻ ശ്രീലക്ഷ്മിയെ കാണാൻ വന്നതാ. കണ്ടിട്ടേ പോവൂ. ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി, വീടാനല്ലേ പറഞ്ഞത്? ശ്രീലക്ഷ്മി, വീടോ? ശ്രീലക്ഷ്മി, 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 വീട്, വീട്, ശ്രീലക്ഷ്മി, വീട് അങ്ങോട്ട്. ശ്രീലക്ഷ്മി, 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 അങ്ങോട്ട്. ശ്രീലക്ഷ്മി, ഞാൻ നിന്റെ ചോറും കൊണ്ട് വന്നതാ. അപ്പൊ ഇവിടുത്തെ ആ പെണ്ണുപിള്ള പറയുവാ ശ്രീലക്ഷ്മി കാണാൻ പറ്റില്ലെന്നോ. എന്താ പിടിക്ക, സരോജാന്റി തന്നയച്ചതാ. ഏതാടി ഈ റാസ്കൽ? നീയാണോ ഇവനെ ഇവിടെ വിളിച്ചു വരുത്തിയത്? റാസ്കൽ ഞാനല്ല, നീയാ. ശ്രീലക്ഷ്മി, പോട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വിഷമിക്കല്ലേ. വീട്, എന്നെ വീട് മുട്ടത്തലയോ? വീട്. ഒരാളെ മാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് താൻ മനസ്സിലാക്കുക. ശ്രീലക്ഷ്മിയെ കുറ്റം ചെയ്തെന്ന് പഴി പറയുക. Shame on you, Sandra. I never expect this from you. ഈശ്വര, ഒരു ശാപം കിട്ടിയ ജന്മമാണല്ലോ എന്റേത്. ഓഫീസിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ വന്ന ദിവസം തന്നെ ഇങ്ങനൊരു ദുർവിധി. ഇനി ഞാൻ എങ്ങനെ രവിവർമ്മൻ സാറിനെ ഫേസ് ചെയ്യും?
വേണമെങ്കിൽ ഞാൻ കാക്കും. അതിനു മുമ്പ് പ്രമാണം മടക്കി തന്നില്ലെങ്കിൽ ദേ നിന്റെ വീടിന് മുന്നിലെ ഈ കിണറ്റി ചാടി ഞാനിങ്ങ് ചാവും. അല്ലെങ്കിൽ അപ്പുറത്തെ മാവിൻ കൊമ്പിലെ റെയിൽവേ ട്രാക്കിലോ. കാരണം എനിക്ക് എന്റെ ഭർത്താവിന്റെ മുന്നിൽ തല ഉനിക്കാൻ പറ്റില്ല. വഴക്കും വക്കാണൊക്കെ ഉണ്ടാവുമെങ്കിലും അങ്ങേരുടെ ഒരു വാക്ക് പോലും ധിക്കരിക്കാത്തവളെയും ഞാൻ ഇപ്പൊ ഈ കാണിച്ച അബദ്ധം ഒഴികെ. അതുകൊണ്ട് അവസാനമായിട്ട് പറയാ, നീയായിട്ട് എന്റെ മോൾക്ക് തള്ളയില്ലാണ്ടാക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട.